ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഐഫോൺ 50 പ്രോ ആണ്. ഇത് കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് സഡൻലി ഡെഡ് ആയതാണ്. നമ്മൾ ചാർജിങ് ആമ്പർ ചെക്ക് ചെയ്തു 0 ആണ്, ഒന്നും എടുക്കുന്നില്ല. സോ ഫോൺ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ഈ ബാറ്ററിയിൽ ചെറിയൊരു ബൾജ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഉറപ്പായി ഏകദേശം ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് കൺഫേം ആയി. സോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് മദർ ബോർഡിൽ ഷോർട്ട് വരാനാണ് ചാൻസ് ഉള്ളത്. സോ DC കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡ് ഷോർട്ട് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് എന്താണ് DC കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലിപ്പോൾ നോർമലി ഫോണ് DC കണക്ട് ചെയ്തിട്ടില്ല, DC ഓൺ ചെയ്തു. സോ നമുക്ക് ഡയറക്റ്റ് എന്താണ് DC കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആമ്പറും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇവിടെ ഡയറക്റ്റ് മദർ ബോർഡിൽ നമ്മൾ DC കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ അവിടെ DCയിൽ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് അവിടെ ആമ്പ് എടുക്കുന്നത് ഏകദേശം ഒരു 300 സംതിങ് ലീക്കേജാണ് കാണിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഒരു കണ്ടീഷനിൽ മേ ബി ചാർജിങ് IC കാര്യങ്ങൾ ഷോർട്ട് ആവാനാണ് ചാൻസ് ഉള്ളത്. കാരണം ഈ ഒരു റീഡിംഗ് എടുത്ത് നമ്മൾ അതായത് പവർ ബട്ടൺ ട്രിഗർ ചെയ്യാണ്ടാണ് ഈ റീഡിംഗ് എടുത്തേക്കുന്നത്. സോ അത് കൺഫേം ആക്കി വീണ്ടും റിമൂവ് ചെയ്തു, കണക്ട് ചെയ്തു. DCയിൽ റീഡിംഗ് കാണിക്കുന്നത് ലീക്കേജ് ആണ്. സോ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ മദർ ബോർഡിൽ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഫോൺ ടോട്ടലായിട്ട് ബൂട്ട് ആകുന്നുണ്ട്. അതായത് ആപ്പിൾ ലോഗോ വന്നിട്ട് ഫോൺ ഫുള്ളി ബൂട്ട് ആകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണാൻ പറ്റും ആപ്പിൾ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് വരുന്ന സമയത്ത് ഇതിന് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ ചാർജിങ് ICയിലാണ്. ചാർജിങ് IC ലീക്കേജ് ആവുക ഷോർട്ട് ആയാലാണ്. ഈ ഷോർട്ട് ആയാലും ടോട്ടൽ ഫോൺ ഡെഡ് ആവും. ചാർജിങ് IC ലീക്കേജ് ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കണക്ഷൻ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും.